السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. وصلى الله على نبينا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, വിശുദ്ധ റമദാനിലെ ഓരോ ദിനരാത്രങ്ങളും നമ്മിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് ഏറെ അടുക്കുവാനും വിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ ലോകത്തേക്ക് എത്തിപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം, അതിന് ഏത് രൂപത്തിൽ ഞാൻ പരിശ്രമിക്കണം എന്ന വിഷയത്തിലാവണം നമ്മുടെ ശ്രദ്ധയും പരിശ്രമങ്ങളും എല്ലാം നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ച് പറഞ്ഞേക്കുമ്പോൾ അല്ലാഹു കൃത്യമായി അവന്റെ കയ്യിൽ രേഖകൾ നൽകിക്കൊണ്ട് കൃത്യമായ റൂട്ടും മാപ്പും വഴികളുമെല്ലാം പറഞ്ഞുകൊടുത്ത് യഥാർത്ഥ വഴി ഏത് എന്നും പിന്തിരിപ്പൻ വഴികൾ ഏതാണ് എന്നുമൊക്കെ കൃത്യമായി മനസ്സിലാക്കി കൊടുത്ത് അള്ളാഹു അവൻ ആഗ്രഹിക്കുന്നത് തന്റെ അടിമ യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിച്ച് നാളെ പാരത്രിക ലോകത്ത് കടന്നു വരുമ്പോ ആ സജ്ജനങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ലോകത്ത് എന്റെ ഓരോ അടിമയും എത്തിപ്പെടണം എന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല ഓരോ മനുഷ്യനെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും അതിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഗേഹത്തിലേക്കാണ്. നേരായ മാർഗത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴി നടത്തുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ തീർത്തും വളരെ ശാന്തമായ, യാതൊരു പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കഷ്ടതകളോ പരീക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ സുഖാനുഭൂതിയുടെ മാത്രം ലോകമായി പരിചയപ്പെടുത്തുന്ന ആ ഒരു സലാമിന്റെ ഗേഹത്തിലേക്ക്, ദാറുസ്സലാം എന്നാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. ആ ഭവനത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത്. പക്ഷേ നിങ്ങളൊരൽപ്പം അധ്വാനിക്കണം, ഒരൽപ്പം നിങ്ങൾ കഷ്ടപ്പെടണം. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആരോഗ്യവും ആയുസ്സും നിങ്ങൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്തണം എന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കാൻ തയ്യാറുള്ളവർ ഇതിനു വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ. ഏതാണ് ആ മത്സരിക്കേണ്ട ലോകം? പാരത്രിക ലോകത്തെ സ്വർഗലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി എന്തെല്ലാം അധ്വാനങ്ങൾ നടത്തേണ്ടതുണ്ടോ, മത്സര്യ ബുദ്ധിയോടുകൂടി ഞാൻ ചെന്നെത്തേണ്ട ഇടങ്ങളുണ്ടോ, ആ നിലക്ക് അതിലൂടെ എല്ലാം നിങ്ങൾ ആ സ്വർഗലോകം കരസ്ഥമാക്കുവാനായിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ഖുർആൻ നമ്മെ ആവശ്യപ്പെടുന്ന, നമ്മോട് ബോധ്യപ്പെടുത്തുന്ന വിഷയമാണ്. അപ്പോ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, സ്വർഗം ആർക്കാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്, ആർക്കാണ് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ്, ജന്നത്ത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിന്റെ പ്രധാനമായ ഉത്തരം അത് വിശ്വാസിക്ക്, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച അവനോടുള്ള വിശ്വാസ കാര്യങ്ങളിൽ എല്ലാം തന്നെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ് സ്വർഗം എന്നുള്ളതാണ്. ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, വമയ്യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ വഉൻസാ വഹുവ മുഅ്മിൻ. ഒരു വിശ്വാസിയായ ആണാവട്ടെ പെണ്ണാവട്ടെ അവർ സൽക്കർമ്മം ചെയ്യുകയാണ്. പക്ഷേ ആ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡം വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയാവണം എന്നത് മാത്രമാണ്. അപ്പൊ ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വിശ്വാസിയായ നിലയിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ഫഉലൈക യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്നാണ് അല്ലാഹു തആല വിശ്വാസികളോട് സൂറത്തുൻ നിസായിലെ ആയത്തിലൂടെ അല്ലാഹു
പഠിപ്പിക്കുന്നത് അക്കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മിൽ നിന്നും അവൻ വിലക്ക് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം ശരീരത്തെയും നമ്മുടെ സമ്പത്തിനെയുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്റെ ശരീരത്തെയും എന്റെ സമ്പത്തിനെയും ഞാൻ അള്ളാഹുവിന് കൊടുക്കാൻ തയ്യാറുണ്ട് എങ്കിൽ അള്ളാഹു പകരം നൽകുന്നത് ഈ സ്വർഗമാണ് എന്നതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിങ്ങൾക്ക് ഞാൻ പകരം സ്വർഗം തരാം, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ എനിക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. ആ സമർപ്പിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. അല്ലാഹുവേ, ഞാനിതാ സർവസ്വവും നിന്നിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിനോട് വാഗ്ദാനം പറഞ്ഞവരാണ് മുസ്ലിമീങ്ങളായ നാം ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സ്വർഗം നേടണം, ആ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്ന ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ നമ്മൾ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ച് സൽക്കർമ്മങ്ങളെ അതിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളും അതിനു വേണ്ടിയുള്ള വിശ്വാസികൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അവസരങ്ങളും ഓഫറുകളുമാണ് എന്ന കൃത്യമായ ബോധത്തോടുകൂടി പരമാവധി നമ്മുടെ ഒഴിവ് സമയങ്ങളൊക്കെ തന്നെയും ഉറങ്ങി തീർക്കാതെ അലസമായി ഒഴിച്ചുവിടാതെ കൃത്യമായി അധ്വാനങ്ങളിൽ ഏർപ്പെടുവാൻ, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ നാം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായ വിഷയം, ഏത് ഘട്ടത്തിലും നമ്മിൽ കൈമോശം വരാതെ സൂക്ഷിക്കേണ്ട കാര്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, തൗഹീദാണ്. അത് അടിയുറപ്പിച്ച് അതിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞതുപോലെ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ. നിങ്ങൾ അല്ലാഹുവിനെ നല്ല രൂപത്തിൽ കണ്ടുമുട്ടാൻ അവന്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവർ എന്ത് ചെയ്യട്ടെ, ഫല്യഅമൽ അമലൻ സാലിഹാ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. തന്റെ ആരാധനയിൽ, അല്ലാഹുവിനുള്ള ആരാധനയുടെ വിഷയത്തിൽ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ, ശിർക്കിന്റെ ഒരു അംശം പോലും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും കടന്നു വരാതെ അവർ സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറട്ടെ എന്നാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളെയും തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ, അത് മുഖേന നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ, സ്വർഗം കരസ്ഥമാക്കുവാൻ നമ്മൾ അധ്വാനിക്കുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.